ഗൈസ് അങ്ങനെ ഞാൻ അടുത്തൊരു ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഉള്ളത് കൊൽക്കത്തയിലാണ്. അപ്പോൾ ഞാൻ ഈ ട്രിപ്പ് തുടങ്ങിയിട്ട് 2 ദിവസമായി. ഞാൻ വിശാഖപട്ടണത്തും ഒഡീഷയിലൊക്കെ ആയിട്ട് 2 ദിവസമായിട്ട് കറങ്ങിയിട്ടാണ് ഈ കൊൽക്കത്തയിലോട്ട് വന്നത്. അപ്പോൾ അവിടെ അങ്ങ് ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഷോർട്സാണ് എടുത്തിട്ടുള്ളത്. സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് അറിയാമായിരിക്കും, ഞാൻ റീൽസും ഷോർട്സൊക്കെ ആയിട്ട് ഞാനത് ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ അങ്ങ് ഒരുപാട് സംഭവങ്ങളില്ലാത്ത കാരണം ഞാൻ ലോങ് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. അപ്പം കൊൽക്കത്തയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ നിങ്ങളിന്ന് കാണാൻ പോകുന്നത് കൊൽക്കത്തയിലെ കുറച്ച് കാഴ്ചകളാണ്. അപ്പം നമുക്ക് അതിലോട്ട് പോകാം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, കാരണം നമുക്ക് മാക്സിമം സപ്പോർട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഇത്ര വീഡിയോ ഒക്കെ ചെയ്തിട്ടിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന കുറച്ച് സമയത്താണ് ഇതെല്ലാം എഡിറ്റ് ചെയ്ത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ ഭാഗത്തു നിന്ന് എനിക്കൊരു സബ്സ്ക്രൈബ് അത്ര ഒന്ന് ചെയ്തൊന്ന് സഹായിക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ കമൻറ്റുകൾ മാക്സിമം നിങ്ങളെ കമൻറ്റ് അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ എന്നെ ഒന്ന് അറിയിക്കുക. സമയം ഇപ്പം 1 മണിയാണ് ആയിട്ടുള്ളത്. 1 മണി കഴിഞ്ഞ് ഈ നേരത്ത് ഇത്രയും തിരക്കേറിയ ഈ കൊൽക്കത്ത നഗരത്തിൻ്റെ സൈഡിൽ കൂടെ ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് വിക്ടോറിയ മെമ്മോറിയൽ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കൊൽക്കത്തയിൽ ഇന്നലെ അറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ. എന്നിട്ട് വൈകിട്ടായതുകൊണ്ട് നമ്മൾ റൂമൊക്കെ എടുത്ത് റെസ്റ്റ് എടുത്തതിന് ശേഷം ഇന്ന് രാവിലെ നമ്മൾ ഇറങ്ങിയതാണ്. രാവിലെ ഇറങ്ങിയിട്ട് ഇവിടെ കുറച്ചൊന്ന് കറങ്ങിയതിന് ശേഷം നമ്മളിപ്പോൾ വിക്ടോറിയ മെമ്മോറിയൽ കാണാൻ വേണ്ടിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, റോഡിൽ തിരക്കുണ്ടോ. നമ്മൾ മെട്രോ നോക്കി നടക്കുവാണ്. മെട്രോ കയറിയിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ നമ്മൾ മെട്രോ തപ്പി നടന്നുകൊണ്ടിരിക്കുക. സൈഡിലാണ് കണ്ടില്ലേ ബസ്സുകൾ. കൊൽക്കത്തയിലെ ബസ്സുകളെല്ലാം കാണാൻ ഭയങ്കര ഭംഗിയാണ്. കളർഫുള്ളായിട്ടുള്ള ബസ്സുകളാണ് കണ്ടോ. ബ്ലൂ യെല്ലോ ഷെയ്ഡിൽ, പിന്നെ അതുപോലെ തന്നെ റെഡ് യെല്ലോ ഷെയ്ഡ്, അതുപോലെ എല്ലാം അടിപൊളി ബസ്സുകളാണ്. പക്ഷേ കണ്ടീഷനൊക്കെ കുറച്ച് പുറന്നോട്ടാണെന്നുണ്ടെങ്കിലും ബസ്സുകളൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ് ഇവിടെ. പിന്നെ അതുപോലെ തന്നെ യെല്ലോ ടാക്സികൾ, അതുകൊണ്ട് അവിടെ കിടക്കുന്നുണ്ടില്ലേ, യെല്ലോ ടാക്സി കിടക്കുന്നുണ്ടില്ലേ. പക്ഷേ യെല്ലോ ടാക്സിയൊക്കെ ഇപ്പോൾ ഒരുപാട് നിർത്തി തുടങ്ങി. യെല്ലോ ടാക്സിയൊക്കെ മാറി ഇപ്പോൾ ഇതുപോലെ വൈറ്റായി തുടങ്ങിയിട്ടുണ്ട്. മുമ്പ് ഫുള്ള് ഇതുപോലെ യെല്ലോ ടാക്സി നമ്മൾ സിനിമകളിലും അതിലും ഇതിലൊക്കെ കണ്ടിട്ടില്ലേ. അപ്പോൾ നല്ല തിരക്കൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാ ടാക്സിക്കകത്ത് ഒരു ടൂറിസ്റ്റുകളായിരിക്കും മിക്കവാറും ഇതൊക്കെ എടുക്കുന്നത്. ഉണ്ട്, ബസ്സുകളൊക്കെ കണ്ടില്ല, എത്ര എണ്ണം നിരന്ന് കിടക്കുന്നത്. നല്ല അത്യാവശ്യം തിരക്കും ട്രാഫിക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് മെട്രോ നോക്കി നേരെ നടക്കാം. നമ്മളങ്ങനെ ടിക്കറ്റ് എടുത്ത് ഉണ്ടാവും, മെട്രോൻ്റെ ടോക്കൺ എടുത്ത് അത് ട്രെയിൻ വന്നു. ഇതിനകത്ത് കയറി നമുക്ക് മൈതാൻ എന്ന് പറയുന്ന സ്ഥലത്ത് വേണം ഇറങ്ങാൻ. അവിടെ നിന്ന് അടുത്താണ് നമ്മുടെ വിക്ടോറിയ മെമ്മോറിയൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കയറാം. വലിയ തിരക്കൊന്നുമില്ല, കണ്ടില്ലേ. കുറേ ആൾക്കാരുണ്ട് ഇവിടുന്ന് കയറാൻ വേണ്ടിയിട്ട്. നമുക്കപ്പം ഈ മെട്രോയ്ക്കുള്ളിൽ കയറാം. അങ്ങനെ നമ്മൾ മെട്രോ വന്നിറങ്ങി, മൈതാനിൽ വന്ന് മെട്രോ ഇറങ്ങി നമ്മൾ വിക്ടോറിയ മെമ്മോറിയലിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വേറെ സംഭവം അറിയോ, ഈ ഇന്ത്യയിലെ ഏറ്റവും ഫസ്റ്റ് മെട്രോ എന്ന് പറയുന്നത് കൊൽക്കത്തയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് 1980-84 ആ ഒരു കാലഘട്ടത്താണ് ഇന്ത്യയിൽ ഫസ്റ്റ് മെട്രോ വരുന്നത്. അത് കൊൽക്കത്തയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനത്തെ ഒരു സംഭവം കൂടെ ഉണ്ട് ഇവിടുത്തെ മെട്രോയുടെ ഒരു പ്രത്യേകത. കണ്ടോ, ഒരു ബസ്സൊക്കെ പോകണമുണ്ടോ, കളർഫുൾ ബസ്സല്ല, നല്ല തിരക്കൊക്കെ ഉണ്ട്. ഇവിടുത്തെ ബസ്സിൽ എനിക്ക് കയറണമെന്നുണ്ട്, പക്ഷേ ഇവിടെ എല്ലാം ഇംഗ്ലീഷിലൊന്നും എഴുതിയിട്ടില്ല. അപ്പോൾ അത് കാരണം വായിച്ചെടുക്കുന്നത് ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ നെറ്റിലൊക്കെ നോക്കി റെഫർ ചെയ്തൊക്കെ വരുമ്പോഴത്തേക്ക് തന്നെ ബസ്സൊക്കെ എടുത്തിട്ട് പോകും. അപ്പോൾ അതൊന്നും പറ്റത്തില്ല. അങ്ങനെ നമ്മൾ വിക്ടോറിയ മെമ്മോറിയലിൻ്റെ ഫ്രണ്ടിലെത്തി. കണ്ടില്ല, അതുകൊണ്ട് ഇവിടെ തന്നെ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ട്. ഞാനൊരു ടിക്കറ്റ് എടുത്ത് 50 രൂപയാണ് ടിക്കറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ഗാർഡൻ ഏരിയയിലും പിന്നെ ഗാലറിയിലൊക്കെ കയറാൻ പറ്റും. ഫ്രണ്ടിൽ തന്നെ കണ്ടില്ലേ 2 വലിയ സിംഹത്തിൻ്റെ സ്റ്റാച്ചു ഒക്കെ ഉണ്ട്. ഇവിടെ നിന്നാണ് എൻട്രൻസ് ഗേറ്റ്, ഇതുകൊണ്ട് ആ ഭാഗത്തു നിന്നാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതാണ് വിക്ടോറിയ മെമ്മോറിയൽ എന്ന് പറയുന്നത്. കൊൽക്കത്തയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും മിസ് ചെയ്തുകൂടാത്തൊരു സംഭവമാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാം. ഉള്ളിൽ കയറിയിട്ടുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. ഇതിൻ്റെ ചുറ്റാകെ ഫുള്ള് കച്ചവടങ്ങളും സംഭവങ്ങളൊക്കെയാണ്. ഇതിനകത്ത് വെള്ളം, ഫുഡ് അങ്ങനത്തെ ഒന്നും കിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതെല്ലാം ഇവിടുന്ന് വാങ്ങിയിട്ട് വേണം പോകാൻ. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ ഉള്ളിൽ കയറാം. ഇതിൻ്റെ ഉള്ളിൽ കയറി കണ്ടില്ലേ, പുറത്തൊരു വലിയ ഗാർഡനൊക്കെ ഉണ്ട്. ഇത് മൊത്തത്തിൽ 64 ഏക്കറിൽ നിറഞ്ഞു നിൽക്കുന്നൊരു മെമ്മോറിയലാണ് വിക്ടോറിയ മെമ്മോറിയൽ എന്ന് പറയുന്നത്. ഇവിടെ കണ്ടത് നമ്മൾ ആ ഒരു വഴിയാണ് അകത്ത് കയറിയത്. ഇതിൻ്റെ ഉള്ളിൽ ഗാലറിയിൽ കയറുമ്പോഴത്തേക്ക് നമുക്ക് ക്യാമറ, ബാഗ് അങ്ങനത്തെ ഒന്നും അലൗഡ് അല്ല. പുറത്ത് നമുക്ക് ഷൂട്ട് ചെയ്യാം, വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് നമുക്ക് എടുക്കാം. അകത്ത് കയറുമ്പോൾ നമ്മൾ ഈ ബാഗേജ് കൗണ്ടറിൽ ബാഗ് വെച്ചിട്ട് വേണം കയറാനായിട്ട്. ഇവിടെ ഒരു അടിപൊളി പോണ്ടും സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ചുറ്റാകെയായിട്ട്. ഇവിടെ കണ്ടില്ല, കുറേ പേര് ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുക. ഞാനിപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഈ വിക്ടോറിയ മെമ്മോറിയൽ എന്ന് പറയുന്നത് ക്വീൻ വിക്ടോറിയയ്ക്ക് വേണ്ടിയിട്ട്, ക്വീൻ വിക്ടോറിയയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് 1906 ആ സമയത്ത് ഇവിടെ കൊൽക്കത്തയുടെ സെൻട്രലിൽ തന്നെ നിർമ്മിച്ച ഒരു സംഭവമാണ് ഈ ഒരു വിക്ടോറിയ മെമ്മോറിയൽ എന്ന് പറയുന്നത്. ഫുള്ള് വൈറ്റ് മാർബിളിൽ ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ താജ്മഹലൊക്കെ ചെയ്തേക്കുന്ന പോലെ ഫുള്ള് വൈറ്റ് മാർബിളിൽ ചെയ്തിട്ടുള്ളതാണ്. ഇൻഡോ സാർസനിക് സ്റ്റൈലിൽ ചെയ്തിട്ടുള്ളതാണ്. അതായത് മുഗൾ ഡിസൈനും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫോറിനായിട്ടുള്ള കുറേ കൺട്രീസിലെ കുറേ ഡിസൈൻസ്, എലമെൻറ്റ്സ് എല്ലാം കൂടെ മിക്സ് ചെയ്തുകൊണ്ട് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു വിക്ടോറിയ മെമ്മോറിയൽ എന്ന് പറയുന്നത്. കണ്ടില്ല, കാണാനായിട്ട് ഒരുപാട് ആൾക്കാരാണ് വന്നേക്കുന്നത്.
നമ്മളങ്ങനെ വിക്ടോറിയ മെമ്മോറിയലിലൊക്കെ കണ്ടിറങ്ങി, അകഭാഗം എല്ലാം കണ്ട് ഉള്ളിലെല്ലാം പോയി നമ്മൾ കണ്ടതിന് ശേഷം നമ്മളിവിടുന്ന് ഇറങ്ങി. ഇപ്പോൾ ഞാൻ അതിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്, കണ്ടില്ലേ? നിങ്ങൾക്ക് മിക്കവാറും ഓപ്പോസിറ്റ് ലൈറ്റ് അടിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ കാണുന്നുണ്ടോ? ഞാനങ്ങനെ ഇതെല്ലാം കണ്ടിട്ട് ഇവിടുന്ന് ഇറങ്ങുവാണ്. വിക്ടോറിയ മെമ്മോറിയലിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകും. അപ്പോൾ നമ്മളെ കയറി എൻട്രൻസ് കൂടെ തന്നെ നമുക്ക് ഇറങ്ങാം. അവിടെ നിന്ന് നമുക്ക് മെട്രോ കിട്ടാൻ എളുപ്പമായിരിക്കും. അപ്പോൾ കണ്ടില്ല, അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. പുറത്തിറങ്ങിയതിന് ശേഷം അടുത്ത് എങ്ങോട്ടാണെന്നുള്ളത് നോക്കാം. ഇവിടെ എനിക്ക് റേഞ്ച് ഒന്നും നല്ല മര്യാദയ്ക്ക് കിട്ടുന്നില്ല. ഐഡിയ പിന്നെ നല്ലൊരു സിം ആയത് കാരണം എവിടെ ചെന്നാലും കിട്ടും. അങ്ങനത്തെ ഉപയോഗം അവർ നമുക്ക് ചെയ്തു തരുന്നുണ്ട്. എങ്ങും ചെന്ന് കഴിഞ്ഞാൽ ഐഡിയക്കൊന്നും റേഞ്ച് ഒന്നുമില്ല, അതൊന്നും കൊണ്ട് എങ്ങും ഇറങ്ങാനൊന്നും പറ്റത്തില്ല. ഐഡിയ ഒന്നും വിശ്വസിച്ചുണ്ട്. അപ്പോൾ നമുക്ക് പുറത്തോട്ട് ഇറങ്ങിയതിന് ശേഷം ഒന്ന് നോക്കാം അടുത്ത് എങ്ങോട്ടാണ് പോകേണ്ടി എന്നുള്ളത്. ഞാനങ്ങനെ തിരിച്ച് മെട്രോ സ്റ്റേഷനിലോട്ട് തന്നെ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് വേറെ സ്ഥലത്ത് പോകാനുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ട്രാം നമുക്ക് കിട്ടും. ട്രാം എന്ന് പറഞ്ഞാൽ മനസ്സിലായി, നമ്മൾ വീഡിയോസിലും അതുപോലെ തന്നെ സിനിമയെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും. കൊൽക്കത്തയിൽ റോഡിലൂടെ ഓടുന്ന ഒരു ട്രെയിൻ പോലത്തെ റോഡിൽ അതിൻ്റെ ട്രാക്കൊക്കെ കാണും. അപ്പം ഇവിടെ കൊൽക്കത്തയിൽ വന്നു കഴിഞ്ഞാൽ ഈ യെല്ലോ ടാക്സിയും ഈ ട്രാമുമാണ് ഇവിടുത്തെ ഒരു പഴയ ഇമേജ് എന്ന് പറയുന്നത് കൊൽക്കത്തയുടെ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അതിൽ കയറാൻ വേണ്ടിയിട്ടാണ്. അതെന്ന് പറയുന്നത് ഇപ്പോൾ കുറേ സ്ഥലത്ത് അതിപ്പം റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതായത് നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടികളുടെ എണ്ണം കൂടി വരുമല്ലേ, വണ്ടികളുടെ എണ്ണം കൂടി വരുമ്പോഴത്തേക്ക് അതൊരു ആക്സിഡൻറ്റ് ഒക്കെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്, സേഫ്റ്റി കുറവുണ്ട്. അപ്പോൾ അത് കാരണം കൊൽക്കത്തയിൽ ഞാൻ ഈ ട്രിപ്പ് വരുന്നതിൻ്റെ 2 മാസം മുന്നെയാണ് ന്യൂസ് വന്നത് ഈ ഒരു ട്രാം എല്ലാം നിർത്തലാക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത്. അപ്പോൾ ഇപ്പം നിലവിൽ ഇവിടെ അവൈലബിൾ ആയിട്ട് ആകെ ഒരൊറ്റ ട്രാമേ ഉള്ളൂ. അത് ജസ്റ്റ് ഈ ഒരു ടൂറിസം പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം നിലവിൽ ഉള്ളതാണ്. അത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അതും ഇവിടുന്ന് ഒഴിവാക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതിലൊന്ന് കയറാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമയം വൈകുന്നേരമായി, നാളെ നമുക്ക് അതിനുള്ള ടൈം കിട്ടുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇന്നൊന്ന് പോയി അതിൽ കയറാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാമിൽ കയറാം. എന്നിട്ട് ബാക്കി അവിടുത്തെ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. കാഴ്ച അങ്ങനെ നമ്മൾ ട്രാമിനുള്ളിൽ കയറി, കണ്ടോ റോഡിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കാം. ഫുള്ള് ചുറ്റാകെ ഭയങ്കര ട്രാഫിക്കാണ്. ഇതൊരെണ്ണം മാത്രമേ ഉള്ളൂ ഇപ്പോൾ നിലവിൽ ഓടുന്ന ഒരു ട്രാം എന്ന് പറയുന്നത്. ഇത് പണ്ട് തൊട്ടേ ഇവിടെ ഓടുന്നത് കേട്ടോ, മേളിലൊക്കെ കണ്ടിട്ട് ഫാനൊക്കെ ഇറങ്ങുന്നുണ്ട് കണ്ടോ. ഇതിങ്ങനെ ബെല്ലടിച്ചാൽ ഈ ട്രാം ഇങ്ങനെ റോഡിൽ കൂടെ പോകണം. അപ്പം ഇതിൻ്റെ മണിയടി കേൾക്കുമ്പോഴത്തേക്ക് എല്ലാ വണ്ടികളും സൈഡാക്കി കൊടുക്കണം. ഇത് ഈ ട്രാക്കിൽ കൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ, സൈഡിലെല്ലാം ഭയങ്കര തിരക്കാണ്. ഇത് ഈ ട്രാഫിക്കിൽ കൂടെ ഓടുന്നതുകൊണ്ട് തന്നെ ഇതിനങ്ങനെ പ്രത്യേകിച്ച് ടൈമിങ് കാര്യങ്ങളൊന്നുമില്ല. കാരണം കൃത്യസമയത്ത് എത്തത്തില്ല, പിന്നെ അമ്മാതിരി ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ വരത്തൊന്നുമില്ല. കണ്ടോ ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഇവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുക, കുറേ പേരൊക്കെ ഇവിടുന്ന് കയറിക്കൊണ്ടിരിക്കുക. കണ്ടോ ഇതൊരു സ്ട്രീറ്റിൻ്റെ സൈഡാണ്, കണ്ടോ സ്ട്രീറ്റ് കാണുന്നില്ലേ? ആ സ്ട്രീറ്റിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുക ഈ ട്രാം കടന്നു പോകാൻ വേണ്ടിയിട്ട്. കണ്ടോ ഇത് എങ്ങോട്ടാണ് പോകണമെന്നൊന്നും എനിക്ക് കൃത്യം അറിഞ്ഞുകൂടാ. ഞാനെങ്കിൽ ഇതിനകത്ത് ഓടി കയറുമായിരുന്നു. ഇത് എവിടോട്ടെങ്കിലും പോട്ടെ, നമുക്ക് എവിടെയെങ്കിലും ചെന്ന് ഇറങ്ങാം, തിരിച്ചെങ്ങനെങ്കിലും വരാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു റോഡിലൂടെ ഓടുന്ന ഒരു ട്രെയിനാണ്. സത്യം പറഞ്ഞാൽ ഇലക്ട്രിക്കലിൽ പ്രവർത്തിക്കുന്ന കണ്ടോ ട്രാക്കൊക്കെ ഉണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നുണ്ടോ താഴെ അതിൻ്റെ ട്രാക്ക് ഉണ്ടോ, ആ ട്രാക്കിൽ കൂടെ ഓടുന്ന ഇത്രയും സീറ്റേ ഉള്ളൂ. ബസ് കണക്കിരിക്കുന്ന ഒരു ട്രെയിൻ, ബസ്സും ട്രെയിനും കൂടെ മിക്സ് ചെയ്തൊരു സാധനം, അതാണ് ഈ ട്രാം എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് കയറണം എന്നുണ്ടെങ്കിൽ ഇപ്പോഴൊക്കെ വന്നാലേ പറ്റത്തുള്ളൂ. കാരണം എല്ലായിടത്തും ഇത് സ്റ്റോപ്പ് ചെയ്തേക്കും. ഇനിയുള്ളത് നിലവിലുള്ള ഇത് ലാസ്റ്റ് ഇതൊരെണ്ണം മാത്രമേ ഉള്ളൂ. ഞാനിവിടെ ഒരുപാട് ചുറ്റി കറങ്ങിയിട്ടാണ് ഇത് കണ്ടുപിടിച്ചത്, ഇതിവിടെ ഓടുന്നതെന്നുള്ളത്. കാരണം ഇത് എങ്ങും അവൈലബിൾ അല്ലായിരുന്നു, ആകെ ഈ റൂട്ടിൽ മാത്രമേ ഇപ്പോൾ ഉള്ളൂ, വേറെ എങ്ങും ഇല്ല. അപ്പോൾ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം എടുക്കാതെ ഒരു 1-2 മാസത്തിനുള്ളിലൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് കിട്ടും. കാരണം ഇനിയിപ്പം ഇതൊക്കെ മൊത്തം ക്യാൻസലാകും. കാരണം റോഡിൽ കൂടെ ഭയങ്കര ട്രാഫിക്കാണ്, ഇതിൻ്റെ ഇടയിൽ കൂടെ ഇത് പോകണ്ടേ, ഭയങ്കര സേഫ്റ്റി ഇഷ്യൂസൊക്കെ വരും. നമ്മളങ്ങനെ ഈ ട്രാമിൽ നിന്ന് ഇറങ്ങി, ഇതാണ് ഞാൻ വന്ന ട്രാമ. ഉണ്ടോ ഈ ട്രാമ നമുക്കിനി ഇവിടുന്ന് തിരിച്ച് കയറിയെടുത്ത് തന്നെ നമുക്ക് അടുത്ത് പോകാൻ വേണ്ടിയിട്ട്, അതായത് കയറിയെടുത്തോട്ട് തന്നെ നാക്കൊക്കെ ഒരുമാതിരി കയറിയെടുത്തോട്ട് തന്നെ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് അടുത്ത ട്രാം വരും. അപ്പോൾ ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ട്രാമിൽ കയറിയിട്ട് തിരിച്ച് പോവാം. കണ്ടോ ഞാൻ വന്ന ട്രാമായി കിടക്കുന്നത്, അടിപൊളിയല്ലേ? ഞാൻ കുറേ നാളുകൊണ്ട് വിചാരിക്കുന്ന സംഭവമാണ് കൊൽക്കത്തയിൽ വരുമ്പോഴത്തേക്ക് ട്രാമിൽ കയറണം എന്നുള്ളത്. അതെന്തായാലും സാധിച്ച്. കാരണം ഇനി വരണം എന്നുള്ളവർക്ക് ഇപ്പോൾ വന്നാലേ ഇത് കിട്ടത്തുള്ളൂ. കാരണം പിന്നീട് ട്രാമെല്ലാം ഇവിടെ സ്റ്റോപ്പ് ചെയ്യും. അതുകൊണ്ടില്ല നമ്മൾ വന്ന ട്രാമാണ് ആ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ വന്ന സ്ഥലത്തോട്ട് നേരെ തിരിച്ച് ഇവിടുന്ന് ട്രാം കിട്ടും. ആ ട്രാമിൽ കയറിയിട്ട് നമ്മൾ വന്ന സ്ഥലത്ത് തിരിച്ച് പോയി ഇറങ്ങാം. ഇന്നത്തെ സമയം ഫുള്ള് പോയി ഈ ട്രാം തപ്പിയാണ്. കാരണം ഏത് റൂട്ടിലാണ് ഓടുന്നത് നമുക്ക് അറിയത്തില്ല. കാരണം കുറേ റൂട്ടിൽ നിർത്തി. ഇപ്പോൾ ഈ ഒരു റൂട്ടിലുള്ള 2 മാത്രമേ ഓടുന്നുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ആ 2 മാത്രമേ ഓടുന്നുള്ളൂ. അപ്പോൾ ഒരെണ്ണത്തിൽ കയറിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. പിന്നെ അടുത്തത് കയറിയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോകണം. അപ്പോൾ ഇന്ന് ഈ ട്രാമും കൂടെ പോയി നമുക്ക് അവിടെ മാർക്കറ്റിലൊക്കെ കയറാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കയറാം. ഇപ്പോൾ 5:30 5:30 ഇരുട്ട് കണ്ടോ, പെട്ടെന്ന് ഇരുട്ടും ഇവിടെ. അത് കാരണം ക്യാമറയൊക്കെ ഓഫ് ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ ഫോണിലെടുക്കാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ട്രാം കയറിയിട്ട് നമുക്ക് തിരിച്ചു പോവാം. നമുക്ക് തിരിച്ചു പോകാനുള്ളതുകൊണ്ട് ട്രാം ദോ വരും. നമുക്ക് തിരിച്ചു പോകാനുള്ള ട്രാം ഐസ് വണ്ടി വരുന്ന പോലെ മണിയടിച്ചാണ് വരുന്നത്. അപ്പോൾ ഈ ട്രാഫിക്കിൽ ഇവിടെ നിർത്തുന്നതുകൊണ്ടാണ് ആ സൈഡ് എല്ലാവരും ഒഴിച്ചു കൊടുക്കണം ട്രാം പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ ഫുള്ള് തിരക്ക്. ഇതിനിടയിൽ കൂടെയൊക്കെ നടന്നു വേണം നമുക്ക് കയറി പോകാനായിട്ട്. അതിൻ്റെ ഇടയിലോട്ട് കണ്ടോ ഇതാണ് ട്രാം. വേണ്ട ഐസ് വണ്ടി വരുന്ന പോലെ വെല്ലടിച്ച് വരുന്നുണ്ടോ.
ഐസ് വണ്ടി കണ്ടോ. ഓ ചാടി കയറാൻ ഓക്കെ. നമ്മളിതോ ആ പോകുന്ന ട്രാമിൽ വന്നിറങ്ങി. അതിൻ്റെ വള്ളി ഉണ്ടോ തൂങ്ങി കിടക്കുന്ന ഇലക്ട്രിക്കൽ ഓടുന്നത് ഇതുണ്ട്. ഇത് വലിയ ട്രാമാണ്ടോ. ഇത് വേറെ എവിടെ നിന്നോ വരുന്നതാണെന്ന് തോന്നുന്നുണ്ടോ. 2 ബോഗിയൊക്കെ ഉള്ള വലിയ ട്രാം കണ്ടോ പോണമുണ്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ നമ്മൾ നേരത്തെ വന്നിറങ്ങിയ സ്ഥലം തന്നെ ഇത്. അപ്പോൾ ഇവിടെ കുറേ ഷോപ്പിംഗ് സ്ട്രീറ്റുകളും സംഭവങ്ങളൊക്കെ ഉള്ളത്. ഇവിടെ കുറേ സ്ട്രീറ്റ്സുകളൊക്കെ ഉണ്ട് ഈ ഭാഗത്തായിട്ട്. കുറേ ഷോപ്പിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ ഡ്രസ്സിൻ്റെ ഇതിൻ്റെയൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ ഫുഡിൻ്റെ കുറേ സ്ട്രീറ്റുകളൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ കണ്ടോ സ്ട്രീറ്റിൽ തിരക്ക് കണ്ടോ. എല്ലാം വിൻ്റർ ക്ലോത്ത്സുകളാണ്. ഇനിയിപ്പം ഡിസംബർ ആകുമ്പോൾ തണുപ്പൊക്കെ തുടങ്ങാൻ പോകില്ല. അപ്പോൾ എല്ലാ വിൻ്റർ ക്ലോത്ത്സുകളാണ് ഇവിടെ മൊത്തം. അത്യാവശ്യം നല്ല പൈസ ഉണ്ട്. കാരണം സീസൺ ആയത് കാരണം പൈസ കൂടുതലാണ്. ഓഫ് സീസണിലൊക്കെ വന്ന് വാങ്ങിക്കഴിഞ്ഞാൽ വിൻ്റർ ഡ്രസ്സിന് വില കുറയത്തുള്ളൂ. ഉണ്ടോ ഇത് ഫുള്ള് സ്ട്രീറ്റ്സ്. നമ്മൾ കുറേ നേരമായിട്ട് നടന്നുകൊണ്ടിരിക്കുക കണ്ടോ. അപ്പോൾ ഇവിടെ മൊത്തം വാച്ചിൻ്റെയൊക്കെ ഷോപ്പുകളാണ്. ബ്രോസ്റ്റഡ് ഏരിയ ഫുള്ള് ചിക്കൻ പോപ്കോണും ലെഗ് പീസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഫുള്ള് ചിക്കൻ ഐറ്റംസാണ്. ചൂടോടെ ഇതെല്ലാം മൊമോസിൻ്റെ ഷോപ്പുകളാണ്. മൊമോസ്, ഫ്രൈഡ് റൈസ്. സ്ട്രീറ്റ്സ് എല്ലാം നടന്ന് കണ്ട് മൊത്തം ക്ഷീണിച്ച് ഞാനൊരു സ്ട്രീറ്റിൽ നിന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ തിരിച്ച് റൂമിലോട്ട് പോയത്. അപ്പോൾ കൊൽക്കത്തയുടെ ബാക്കി കാഴ്ചകളൊക്കെ നാളെ. ഗൈസ് അങ്ങനെ നമ്മുടെ 2ാമത്തെ ദിവസമായി കൊൽക്കത്തയിൽ. ഇപ്പോൾ 2ാമത്തെ ദിവസം നമ്മൾ രാവിലെ തന്നെ ഇറങ്ങി ഹൗറ ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അത് പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെട്രോയിൽ കയറിയിട്ടാണ് നമ്മൾ ഹൗറ ബ്രിഡ്ജ് കാണാൻ പോകുന്നത്. വെറും മെട്രോ അല്ല, അണ്ടർ വാട്ടർ മെട്രോയിൽ കയറിയിട്ടാണ് പോകുന്നത്. പക്ഷേ വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ പോകുമ്പോൾ നമുക്ക് അങ്ങനെ കാണാനൊന്നും പറ്റത്തില്ല. അണ്ടർ വാട്ടർ മെട്രോ ആണ്. ഹൂഗ്ലി റിവറിൻ്റെ അടിയിൽ കൂടെ പോകുന്ന അണ്ടർ വാട്ടർ മെട്രോയിലാണ്. നമ്മൾ പല ടൈപ്പ് മെട്രോയിൽ കയറിയിട്ടുണ്ട്. അണ്ടർഗ്രൗണ്ടിൽ കൂടെ പോകുന്ന കയറിയിട്ടുണ്ട്, മേലിൽ കൂടെ പോകുന്ന കയറിയിട്ടുണ്ട്, വാട്ടർ മെട്രോയിൽ കയറിയിട്ടുണ്ട്. ഇതെന്ന് പറയുമ്പോൾ അണ്ടർ വാട്ടർ മെട്രോ ആണ്. അപ്പോൾ നമ്മൾ അണ്ടർ വാട്ടർ മെട്രോയിൽ കയറിയിട്ട് ഹൗറ ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അതേപോലെ ഇന്നും രാവിലെ തിരക്ക് തുടങ്ങിയിട്ടുണ്ട്. സമയം 11 മണിയാണ്. നമ്മളിപ്പോൾ മെട്രോ സ്റ്റേഷൻ തപ്പി നടക്കുക. മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പക്ഷേ എങ്കിലും ഞാൻ ഇന്നലെ വന്നൊരു ഓർമ്മയിൽ മെട്രോ സ്റ്റേഷൻ നോക്കി നടന്നുകൊണ്ടിരിക്കുക. കണ്ടില്ല ഇവിടെയൊക്കെ തിരക്കും ഷോപ്പുകളൊക്കെ ഓപ്പണായി വരുന്നേ ഉള്ളൂ. ബസ്സുകളൊക്കെ ഭയങ്കര തിരക്കാണ്. പിന്നെ നമുക്ക് മെട്രോയിൽ കയറണം എന്നുള്ള ഒരു ഇത് കൊണ്ടാണ് മെട്രോ സ്റ്റേഷൻ തപ്പി നടക്കുന്നത്. ഇല്ലെങ്കിൽ ബസ്സുകളുണ്ട് കണ്ടോ. ഫുൾ ടൈം ബസ്സുകൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. ഈ ബസ്സിൽ ഞാൻ ഇതുവരെ കയറാൻ പറ്റിയില്ല. അതിനുള്ള സമയം കിട്ടിയില്ല. എന്തായാലും നമുക്ക് ഹൗറ ബ്രിഡ്ജ് കാണാനായിട്ട് നമുക്ക് നേരെ പോവാം. ഇവിടെ കണ്ടില്ല ആൾക്കാരൊക്കെ ഫുള്ള് തിരക്കിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾക്ക് ഓടിക്കൊണ്ടിരിക്കുക. ഇവിടെ ഫുള്ള് എപ്പോഴും ഇതുപോലെ ഫുൾ ടൈം തിരക്കാണ്. എല്ലാ ആൾക്കാർക്കും ഭയങ്കര തിരക്കാണ്. എന്തോന്നറിയത്തില്ല. റോഡിലെല്ലാം എല്ലാവരും ഓരോ കാര്യങ്ങളെല്ലാവരും ഭയങ്കര ബിസി ആയിട്ട് നടക്കുന്ന ഒരു സിറ്റി ആയിട്ട് എനിക്ക് തോന്നി കൊൽക്കത്ത എന്ന് പറയുന്നത്. നമ്മളങ്ങനെ ഒരു മെട്രോയിൽ കയറിയിട്ട് എസ്പ്ലനേഡ് സ്റ്റേഷനിൽ വന്നിറങ്ങി. കണ്ടോ മെട്രോൻ്റെ ടിക്കറ്റ് കണ്ടോ, ടോക്കണാണ്. അപ്പോൾ നമ്മൾ എസ്പ്ലനേഡ് സ്റ്റേഷനിൽ ഇറങ്ങി. ഇനി ഇവിടുന്ന് നമ്മൾ കണ്ടോ ഹൗറ മൈതാനിലോട്ട് വേണം പോകാനായിട്ട്. ഇവിടുന്ന് ഗ്രീൻ ലൈൻ നോക്കിയെങ്കിൽ നടന്നാൽ മതി. എന്നിട്ട് ഗ്രീൻ ലൈൻ മെട്രോയിൽ കയറിയിട്ട് നമ്മൾ ഹൗറ പോയി ഇറങ്ങണം. അവിടെ നമുക്ക് നടന്ന് ഹൗറ ബ്രിഡ്ജ് കാണാൻ വേണ്ടി പോകാം. ഫുള്ള് ശോകാവസ്ഥയാണ് കേട്ടോ. ഈ ആൾക്കാരെല്ലാം മെട്രോ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇത് പുതിയ പ്ലാറ്റ്ഫോമാണ്. ഈ ഗ്രീൻ ലൈൻ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ഏകദേശം ഒരു 3-4 മാസമായിട്ടുള്ള സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇതൊന്നും പ്രോപ്പർ ആയിട്ടില്ല. ഇത് കണ്ടോ ഈ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ പ്ലാറ്റ്ഫോം 2A ഇവിടെ നിന്നുള്ള മെട്രോ ആണ് ഹൗറ മൈതാനിലോട്ട് പോകുന്നത്. പക്ഷേ ഇത് ഇപ്പം സർവീസിലില്ല എന്നും പറഞ്ഞാൽ എഴുതി കാണിച്ചേക്കുന്നത്. ഇവിടെ ഇപ്പം സർവീസില്ല. അപ്പോൾ തൊട്ട് ഓപ്പോസിറ്റ് ഈ സൈഡിൽ വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഇവിടെ വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ 2 സൈഡിലോട്ടുള്ള ട്രെയിൻ ഇവിടെ തന്നെ വരുന്നത്, മെട്രോ ഇവിടെ തന്നെ വരുന്നത്. അപ്പോൾ അത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ ഇത്. ഇവിടെയുള്ള ഉദ്യോഗസ്ഥർക്കും അറിയത്തില്ല ഇത് എപ്പോഴാണ് വരിക എപ്പോഴാണ് പോകുക എന്നുള്ളത്. ഒന്നും ഇവിടെ പ്രോപ്പർ ആയിട്ടില്ല. അത് കാരണം ഇവരെല്ലാവരും ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇതിൽ കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവർ അങ്ങോട്ടും എല്ലാം ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവരും ഈ ഒരു മെട്രോ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുക. പക്ഷേ ഇതുവരെ വന്നിട്ടില്ല. ടൈമിങ്ങും ഒന്നും ആർക്കും കൃത്യം അറിയത്തില്ല. ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്കും ഒന്നും ടൈമിങ് കറക്റ്റ് അറിയത്തില്ല. കാരണം ഇത് ഒരെണ്ണം ഔട്ട് ഓഫ് സർവീസ് ആയത് കാരണം ഇതിലൂടെ വേണം 2 സൈഡിലോട്ടുള്ള മെട്രോ ഓടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടിൽ ആൾക്കാരെല്ലാം ഇങ്ങനെ നിൽക്കുക. നമുക്കും കൂടെ അതുപോലെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നോക്കാം പോകാൻ പറ്റില്ല എന്നുള്ളത് നോക്കാം. നമുക്കുള്ള മെട്രോ വന്ന് ഇത് ലാസ്റ്റ് സ്റ്റോപ്പാണ്, ഗ്രീൻ ലൈനിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ്. അപ്പോൾ ഈ മെട്രോ ഇവിടെ വന്ന് ഇനി ഇത് ഹൗറയിലോട്ട് തിരിച്ചു പോവുക. കണ്ടോ ആൾക്കാരെല്ലാം കയറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്കും കൂടെ കയറാം. ഈ സ്ക്രീനിൽ കണ്ടോ ഇവിടുന്ന് പോകുന്ന മെട്രോൻ്റെ വ്യൂ കാണിക്കുന്നത് ഇതുപോലെ ആ സംഭവം എന്നുള്ളത് കാണിക്കുക. നമുക്ക് പുറമോട്ടൊന്നും കാണാനൊന്നും പറ്റത്തില്ല. ജസ്റ്റ് ഇതുപോലെ അതിന് ഉള്ളിൽ കൂടെ പോകുമെന്നുള്ളതേ ഉള്ളൂ. എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. കാണാണ്ടോ അതിൻ്റെ വീഡിയോസാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രെയിനിൽ ഫുള്ള് നല്ല തിരക്കുണ്ട്. ഇത്രയും നേരം വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഫുള്ള്. ഇവിടെ അതിൻ്റെ വീഡിയോ കാണിക്കുന്നുണ്ട്. അതുപോലെ അതുകൊണ്ട് അവിടെ സ്റ്റേഷനെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏറ്റവും ലാസ്റ്റ് സ്റ്റേഷനിൽ ഇറങ്ങാനുള്ള. ഇതിപ്പോൾ അടിയിൽ കൂടെ ആണോ മേലെ കൂടെ ആണോ ഒന്നും അറിയാൻ വേണ്ട. ഇതിപ്പോൾ അടിയിൽ കയറിയെന്ന് തോന്നുന്നുണ്ടോ. ഒരു ബ്ലൂ ലൈൻസ് കാണിച്ചേക്കുന്നുണ്ടോ പുറമേ. ഇപ്പോൾ നമ്മൾ വെള്ളത്തിനടിയിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
അടുത്ത സ്റ്റേഷനിൽ നമുക്ക് ഇറങ്ങാനുള്ളതാണോ. ഹൂഗ്ലി ബ്രിഡ്ജ്, ഹൂഗ്ലി റിവറിൻ്റെ അടിയിൽ കൂടെ ഇപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന മെട്രോ. നമുക്ക് സൈഡിലൊന്നും കാണാനൊന്നും പറ്റത്തില്ല കണ്ടോ, നമ്മളതിൻ്റെ അടിയിൽ കൂടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഹൗറയിൽ വന്നിറങ്ങി, മെട്രോയിൽ വന്നിറങ്ങി. മെട്രോ കുഴപ്പമില്ല, അടിയിൽ കൂടെ പോയെന്നുള്ള ഫീലിംഗ് ഒന്നുമില്ല, എന്നാലും നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ വന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ലോക്കൽ ബസ് എടുത്താണ് ഹൗറ ബ്രിഡ്ജ് കാണാൻ വേണ്ടി പോകുന്നത്. കാണിച്ചു തരാം. കാരണം നമ്മൾ ഇന്നലെ വീഡിയോയിലൊക്കെ കാണിച്ചില്ല ആ ബസ്, ആ ബസ്സിനുള്ളിലാണ് ഞാനുള്ളത്. അപ്പുറത്ത് കണ്ടോ ടാക്സി സ്റ്റാൻഡാണ്. അപ്പോൾ ഈ ബസ്സിനുള്ളിലാണ് ഞാനുള്ളത്. അപ്പോൾ ഇവർ നേരെ ബ്രിഡ്ജിലോട്ടാണ് പോകുന്നത്. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഈ ബസ്സിലും കൂടെ ഒന്ന് കയറുന്നുണ്ട് ഇവിടെ വന്നതിന് ശേഷം. അങ്ങനെ ഞാൻ ബസ് എടുത്തിട്ട് അല്ലെങ്കിൽ നടന്നു പോകത്തേ ഉള്ളായിരുന്നു. അപ്പോൾ നമ്മൾ ബസ് എടുത്തിട്ട് ഹൗറ ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോകുന്നത്. കാഴ്ച അങ്ങനെ നമ്മൾ വന്നിറങ്ങിയ ബസ്സാണ് ഇത് കണ്ടോ. ഈ ബസ്സിലാണ് നമ്മൾ വന്നിറങ്ങിയത്. അടിപൊളിയായിരുന്നു, കൊള്ളായിരുന്നുണ്ട്. ഇവിടെ മൊത്തം ബസ്സുകളാണ്, നിറച്ചും വണ്ടിയും ബഹളമാണ്. ആ ഫ്രണ്ടിൽ കാണുന്നതാണ് ഹൗറ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ തിരക്കിൽ നിന്നൊക്കെ നമുക്കൊന്ന് അങ്ങോട്ട് പോവാം. അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്നിട്ട് നമുക്ക് നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ ഭയങ്കര തിരക്കാണ്, ബസ്സിൻ്റെയും ഒക്കെ ഭയങ്കര ബഹളമാണ് കണ്ടോ. ചുറ്റാകെ വണ്ടികളൊക്കെ ഉണ്ട് കണ്ടോ. ആൾക്കാരൊക്കെ നടന്നു പോകുന്നുണ്ട് ഈ ബ്രിഡ്ജിൽ കൂടെ. ഇതാണ് ഹൗറ ബ്രിഡ്ജ് എന്ന് പറയുന്നത് കണ്ടോ. ആൾക്കാർ നടന്നു പോകുന്നുണ്ട്. ഫോട്ടോഗ്രാഫി റെസ്ട്രിക്റ്റഡ് ആണ് ഇവിടെ. നമുക്ക് വീഡിയോ എടുത്ത് എവിടം വരെ പോകാൻ പറ്റും അവിടം വരെ നോക്കാം. അടിപൊളിയില്ല. ആൾക്കാർക്ക് നടക്കാനായിട്ട് 2 സൈഡിലും അതിൻ്റേതായ സ്പേസ് ഉണ്ട്. അതുകൊണ്ട് ഈ സൈഡ് ഒന്ന് കൊണ്ട് അപ്പുറത്തെ സൈഡിൽ കൂടെ നടന്ന് നമുക്ക് പോവാം. ഈ ബ്രിഡ്ജിന് 700 മീറ്റർ നീളമാണ് വരുന്നത്. ഈ ഹൂഗ്ലി റിവറിൻ്റെ നടുൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഓപ്പോസിറ്റ് സൈഡിൽ കൊൽക്കത്തയും ഈ സൈഡിൽ നമ്മൾ വന്നിറങ്ങിയ ഹൗറയുമാണ്. ഈ ഹൗറയും കൊൽക്കത്തയും കണക്ട് ചെയ്തുകൊണ്ടുള്ള ബ്രിഡ്ജാണ് ഈ ഒരു ഹൗറ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. 1943 ഈ കാണുന്നതാണ് ഹൗറ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇത് 700 മീറ്റർ നീളത്തിനുണ്ട്. ഈ സൈഡും മറ്റേ സൈഡും കൂടെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ബാലൻസ്ഡ് സ്റ്റീൽ ബ്രിഡ്ജാണ് ഇത്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇത് ഈ റോഡിൽ കൂടെ കാളവണ്ടി അങ്ങനത്തെ സംഭവങ്ങളൊന്നും കൊണ്ടുപോയിക്കൂടാ. കാളവണ്ടി മീൻസ് മറ്റേ സൈക്കിൾ റിക്ഷ അങ്ങനത്തെ സാധനങ്ങൾ, മറ്റേ ഉന്തുവണ്ടിയൊക്കെ ഉണ്ടല്ലോ, അതുപോലത്തെ സാധനങ്ങൾ ഈ ബ്രിഡ്ജിൽ കൂടെ കൊണ്ടുപോയിക്കൂടാ. അല്ലാതെ ഓട്ടോ, ടാക്സി, ബസ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം പോവാം. ഇതുണ്ട് ഇതിൻ്റെ ഒരു ഭംഗി തന്നെ ഉണ്ടല്ലേ, കാണാൻ നല്ല രസമാണ്. ഇത് രാത്രി ലൈറ്റിംഗ് ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ. ആൾക്കാരൊക്കെ നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക. ഇതാണ് ഹൂഗ്ലി റിവർ എന്ന് പറയുന്നത്. അവിടെ എന്തോ ഷിപ്പും എന്തൊക്കെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുക, ആഴം കൂട്ടിക്കൊണ്ടിരിക്കുക എന്ന് തോന്നുന്നു. ഫുള്ള് ബസ്സുകളുണ്ട്. ബസ്സുകളെല്ലാം 100-110 അറിഞ്ഞു വിട്ട് പോയിക്കൊണ്ടിരിക്കുക. എല്ലാ ബസ്സുകളും ചീറി പാഞ്ഞാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ യെല്ലോ ടാക്സികളും ഉണ്ട്. അതുകൊണ്ട് ഇവിടെ നിന്നുണ്ടോ ബസ് വരുന്നുണ്ടോ, എത്ര ബസ്സാന്ന് നോക്കി, നിരനിരാ വരിക. എല്ലാം ഇതിനകത്തുള്ള സ്പീഡിന് പോകും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട്. ഇവിടുന്ന് ചെറിയൊരു ഷേക്കൊക്കെ ഉണ്ട്. ഒരു ഷേക്ക് എന്ന് പറയുന്നത് മറ്റേ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷേക്ക് കാര്യങ്ങളുണ്ട്. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്ക് മനസ്സിലാവും. ഒരു ചെറിയൊരു ബസ്സൊക്കെ ഇങ്ങനെ സ്പീഡിൽ പോകുന്നിടത്ത് ഒരു ചെറിയൊരു ആട്ടം പോലെ, അത് ഇതിൻ്റെ സസ്പെൻഷന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം അതൊന്നും പേടിക്കാനൊന്നുമില്ല, ഒന്നും അങ്ങനെ പൊളിഞ്ഞൊന്നും പോകത്തില്ല. നല്ല കാറ്റ് വീശുന്നുണ്ട്, അടിപൊളി കാറ്റൊക്കെ വീശുന്നുണ്ട്. ആ കാറ്റൊക്കെ കൊണ്ട് കുറേ പേര് ഈ സൈഡിൽ കിടന്ന് ഉറങ്ങുന്നുമുണ്ട്. അങ്ങനെ നമ്മൾ ഹൗറ ബ്രിഡ്ജിൻ്റെ അവസാനം എത്തിയുണ്ടോ, അവസാന ഭാഗത്തെത്തി. അപ്പോൾ അതുകൊണ്ട് ഈ തൊട്ട് ഈ സൈഡിലായിട്ട് ഇവിടെ ഒരു ഫ്ലവർ മാർക്കറ്റ് സംഭവങ്ങളൊക്കെ കണ്ടു. നമുക്കപ്പോൾ ഈ ഒരു മാർക്കറ്റ് കാണാനായിട്ട് താഴോട്ട് ഇറങ്ങാം. ഇവിടുന്ന് സ്റ്റെപ്പ് വഴി നമ്മൾ താഴെ ഇറങ്ങി പോകും കണ്ടോ. ഇവിടെ ഫ്ലവറും ഇവിടെ പൂക്കച്ചവടം, പിന്നെ അതുപോലെ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. മറ്റേ മുളക് അങ്ങനത്തെ കുറേ സാധനങ്ങൾ വിൽക്കുന്ന ഒരു ചെറിയൊരു സ്ട്രീറ്റാണിത് കണ്ടോ. ആ സ്ട്രീറ്റിലോട്ട് നമുക്ക് ഇറങ്ങി ചെല്ലാം. പൂ മാർക്കറ്റ് ആയത്, ഫ്ലവർ മാർക്കറ്റ് ഇൻ കൊൽക്കത്ത കണ്ടോ. ഹൗറ ബ്രിഡ്ജിൻ്റെ തൊട്ട് താഴെയുള്ള പൂ മാർക്കറ്റാണ് കണ്ടോ. ഇവിടെ കണ്ടോ പൂവൊക്കെ വെച്ച് ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ, മാലയൊക്കെ കെട്ടി വെച്ചേക്കുന്നുണ്ടോ. ഇതെല്ലാം പൂവിൻ്റെ മാർക്കറ്റാണ്. ഫുള്ള് പൂക്കച്ചവടങ്ങളാണ്. വലിയ വലിയ രീതിയിൽ ബണ്ടിൽ കണക്കിന് കെട്ടി വെച്ചേക്കുന്നുണ്ടോ ഫുള്ള്. ഇവിടെ എല്ലാം പൂവിൻ്റെ ഏരിയ, നല്ല മണം വരുന്നുണ്ട്. പൂവിൻ്റെ എല്ലാം നല്ല മണങ്ങളൊക്കെ ഉണ്ട് കണ്ടോ. കിലോ കണക്കിനൊക്കെ പൂ വാങ്ങിച്ചുകൊണ്ടുണ്ടോ ആൾക്കാർ. ഇതൊക്കെ ഷോപ്പിലത്തേക്ക് വേണ്ടി വാങ്ങുന്നതായിരിക്കും. കിലോ കണക്കിനൊക്കെ വാങ്ങിയിട്ട് പോകുന്നത്. ഇവിടെ ഫുള്ള് തകൃതിയായിട്ട് കച്ചവടം നടന്നിരിക്കും. ഇവിടെ കണ്ടോ മുളക്, മല്ലി അങ്ങനത്തെ സാധനങ്ങൾ, കൂടുതലും പൂക്കച്ചവടം കണ്ടോ. 2 സൈഡും പൂവിൻ്റെ കുറേ ഷോപ്പുകളുണ്ട്. ഇതുണ്ടോ പൂവൊക്കെ ഫുള്ള് പൂവാണ് ഉണ്ടോ. ആൾക്കാരൊക്കെ വാരി വാങ്ങിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. പൂവുണ്ട്, പിന്നെ എന്തോ ടൈപ്പ് ഒരു ഇലയും ഉണ്ട്. ഇത് എന്ത് ഇലയാണെന്ന് നമുക്കറിയത്തില്ല. നമ്മൾ കൂടുതൽ അങ്ങോട്ട് പോകുന്നില്ല. ഈ സൈഡൊക്കെ ഉണ്ട്. ഇവിടെ മൊത്തം മുളക്, മല്ലി, പലവ്യഞ്ജന സാധനങ്ങളാണ് ഫുള്ള്. അതുകൊണ്ട് അങ്ങോട്ട് എല്ലാം ഇത് തന്നെ പലവ്യഞ്ജന സാധനം. ഒരു സൈഡിൽ ഫുള്ള് പലവ്യഞ്ജന സാധനങ്ങൾ, മറ്റേ സൈഡിൽ ഫുള്ള് ഫ്ലവർ മാർക്കറ്റ്. ആ ബണ്ടിൽ കണക്കിന് പൂവൊക്കെ കെട്ടി വെച്ചേക്കുന്നുണ്ട്. അടിപൊളിയല്ലേ, എത്ര ബണ്ടിലാന്ന് നോക്കി കെട്ടി വെച്ചേക്കുന്നത്. ഇവിടെ മൊത്തം ഇതുപോലത്തെ സാധനങ്ങളൊക്കെ കണ്ടോ. കച്ചവടങ്ങളൊക്കെ ഭയങ്കര രീതിക്ക് നടന്നുകൊണ്ടിരിക്കുക കണ്ടോ. ഇതിന് മേളിലാണ് ഹൗറ ബ്രിഡ്ജിൻ്റെ തൊട്ട് കീഴെയാണ് ഈ സംഭവം എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടോ. ഈ ബ്രിഡ്ജിൽ നമ്മൾ ആ ഒരു സ്റ്റെപ്പ് വഴി ഇറങ്ങി ഇങ്ങോട്ട് വന്നത്. ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് കണ്ട കാഴ്ചകളായതൊക്കെ കണ്ടോ. നല്ല രസമില്ല കാണാൻ. ഈ ഫ്ലവർ മാർക്കറ്റിൻ്റെ തിരക്ക് കണ്ടോ, ഭയങ്കര തിരക്കാണ്. നമ്മൾ ആ സൈഡിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഇത്ര തിരക്കില്ലേ കണ്ടോ. ഇപ്പോൾ ബ്രിഡ്ജിൻ്റെ ഇപ്പുറത്തെ വശമായി. ഇവിടെ ഫുള്ള് ഫ്ലവറാണ്.
പല ടൈപ്പിലുള്ള പൂക്കളല്ല കണ്ടോ, നമ്മൾ കല്യാണത്തിനൊക്കെ യൂസ് ചെയ്യുന്ന പൂക്കളും താമരയും അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇവിടെ കിട്ടാത്ത പൂക്കളൊന്നും കാണത്തില്ല കണ്ടോ, പല വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടോ. ഇവ പൂക്കളൊന്നും നമ്മുടെ അവിടുത്തെ ഷോപ്പുകളൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളതല്ല. കുറേ ഉണ്ട് കണ്ടോ, ഒരുപാട് സൈസ് ചെടികളും പൂക്കളൊക്കെ ഇവിടെ ഉണ്ട് കണ്ടോ. ഇതാണ് കൊൽക്കത്തയിലെ ഫ്ലവർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാത്ത പൂ കാണത്തില്ല, എല്ലാ പൂക്കളും നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും. ഞാൻ അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ഒരു ഫെറിയിലാണ് നിൽക്കുന്നത് കണ്ടോ. ഇവിടെ നമുക്ക് നേരെ ഹൗറയിലോട്ട് പോകാൻ ഫെറി കിട്ടും. ഇവിടുന്ന് ഒരു ടിക്കറ്റൊക്കെ എടുത്ത് നമുക്ക് ഇതിനകത്ത് കയറണമെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കണം. എന്തായാലും ഫെറിയിൽ പോകുന്നില്ല, ഫെറിയിൽ നമ്മൾ ആവശ്യത്തിന് കയറിയിട്ടുള്ളതാണ്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫെറിയിലൊന്നും കയറുന്നില്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഹൗറ ബ്രിഡ്ജ് നമുക്ക് നല്ലൊരു വ്യൂ ഇവിടുന്ന് കാണാൻ പറ്റും. കൂടുതൽ ഇങ്ങോട്ട് കാണിക്കാൻ പറ്റില്ല, കാരണം അവിടെ ആൾക്കാരൊക്കെ കുളിച്ചുകൊണ്ടിരിക്കുക. അവരെല്ലാം കണ്ട് ഈ വെള്ളത്തിൽ നിന്ന് കുളിക്കുന്നുണ്ട്. ഈ അഴുക്ക് കണ്ടോ, ഈ അഴുക്ക് വെള്ളത്തിൽ അവർ കുളിക്കുകയും തുണി അലക്കുകയും പിന്നെ അതുപോലെ തന്നെ പാത്രം കഴുകുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഫെറി ബോട്ട് ജെട്ടിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തൊട്ട് ഓപ്പോസിറ്റ് ആണെങ്കിൽ ഇവിടുന്ന് നല്ല ഹൗറ ബ്രിഡ്ജിന് നല്ല വ്യൂ ആണ്. അവിടെ ഫുള്ള് ബ്ലോക്കായിട്ട് കിടക്കുന്നുണ്ട്, ബസ്സുകൾ നിരനിരാ കിടക്കുന്നു. ബ്ലോക്ക് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു ബ്രിഡ്ജിൽ. അപ്പോൾ കണ്ടില്ലേ ഗൈസ്. അപ്പോൾ അതൊക്കെയാണ് കൊൽക്കത്തയിലെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ. 2 ദിവസം നമ്മളെ കാഴ്ചകൾ ഇതൊക്കെ ആയിരുന്നു. ബാക്കി അല്ലാതെ ഞാനും കുറേ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എല്ലാം ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും എല്ലാം മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇനി അടുത്ത പുതിയ സ്ഥലങ്ങളും പുതിയ വീഡിയോകളും പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് വരുന്നവരേക്കും ബൈ.